എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ രാവിലത്തെ ചെറിയ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം എന്നത്തെയും പോലെ തന്നെ രാവിലെ അടുക്കളയിലുള്ള തിരക്ക് പിടിച്ച ജോലിയിലാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ കുക്കറിനകത്ത് അടുപ്പയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാർ വെക്കണം, പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെക്കണം കേട്ടോ. അപ്പം സാമ്പാർ കഷ്ണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്ക വെള്ളത്തിൽ കഴുകാൻ വേണ്ടിയിട്ട് ഇട്ട് വെക്കുവാണേ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കാപ്പി കുടിക്കാൻ തോന്നി കേട്ടോ. ചില ദിവസങ്ങളിൽ കാപ്പിയൊക്കെ കുടിക്കും കേട്ടോ, വല്ലപ്പോഴുവേ. അപ്പോൾ ഇന്നൊന്ന് കാപ്പി കുടിക്കാൻ തോന്നിയപ്പോഴത്തേക്കിന് കാപ്പി ഇടുവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കാപ്പിയൊക്കെ എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ചെടിയുടെ അടുത്ത് പോയി നിന്ന് കാപ്പി കുടിക്കുകയാണ് കേട്ടോ. അപ്പം പണ്ടൊക്കെ ഞാൻ നേരത്തെ രാവിലെ കാപ്പി കുടിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ കാപ്പി കുടിക്കുന്ന ശീലമില്ല കേട്ടോ. തോന്നിയെങ്കിൽ മാത്രമേ കാപ്പി കുടിക്കുകയുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ രാവിലെ ഇളം ചൂടുവെള്ളമോ പിന്നെ അയമോദകം ഇട്ട വെള്ളമോ ഒക്കെയാണ് കേട്ടോ ഇപ്പം രാവിലെ കുടിക്കുന്നത്. അങ്ങനെ കാപ്പി കുടിക്കുന്ന ശീലം ഇപ്പം മാറ്റി കേട്ടോ. അങ്ങനെ ചോറ് കുക്കറൊക്കെ വിസിലടിച്ചേ. പിന്നെ കുക്കറൊക്കെ വിസിലടിച്ച് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ട കറി വെക്കണമായിരുന്നേ. അപ്പം ഇടിയപ്പമാണ് കേട്ടോ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മുട്ട കറി വെക്കാൻ വേണ്ടിയിട്ട് മുട്ടയൊക്കെ പുഴുങ്ങാൻ വേണ്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക അപ്പോഴത്തേക്കിന് ഞാൻ അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടിയിട്ട് കടുകൊക്കെ ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും എല്ലാം ഇട്ട് കൊടുത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയൊക്കെ ഇട്ട് മെഴുക്കുവരട്ടി ആക്കി വേഗം എടുക്കുകയാണ് കേട്ടോ. വെണ്ടയ്ക്ക ഞാൻ ആദ്യം ഒന്ന് അടച്ചു വെക്കുക, പിന്നെ അതിങ്ങ് തുറന്ന് വെച്ചങ്ങ് ഫ്രൈ ചെയ്തെടുക്കും, അല്ലെങ്കിൽ ആ വെണ്ടയ്ക്ക അങ്ങ് കുഴഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ വെണ്ടയ്ക്ക അടുപ്പയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടേ. വെണ്ടയ്ക്കയൊക്കെ അടുപ്പ് വെച്ച് കൊടുത്തിട്ട് ഇടിയപ്പത്തിന് മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം അരിപ്പൊടിയൊക്കെ എടുത്തിട്ടുണ്ട്. അരിപ്പൊടിയൊക്കെ എടുത്ത് നല്ല തിളച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ഇടിയപ്പത്തിൻ്റെ മാവും കൂടി അങ്ങ് റെഡിയാക്കി ഇടിയപ്പവും കൂടി അങ്ങ് റെഡിയാക്കി എടുക്കുവാണ്. അപ്പം എന്നും എന്തെങ്കിലും രാവിലെ നമുക്ക് കഴിക്കാൻ വേണമല്ലോ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പം എന്നും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നല്ല പണിയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 2 ദിവസം കൂടിയിട്ടാണ് കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. ഒരാഴ്ച ആയിന്ന് തോന്നുന്നു ഇടിയപ്പം ഉണ്ടാക്കിയിട്ട്. അപ്പം ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഇടിയപ്പത്തിൻ്റെ കൂടെ കടലക്കറിയോ മുട്ടക്കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇടിയപ്പമൊക്കെ കഴിച്ചോളൂ കേട്ടോ. എനിക്കും ഇഷ്ടമാണ്. ഞാനും ഇടയ്ക്ക് 4 മണിക്കാണേലും ചായയുടെ കൂട്ടത്തിൽ ബാക്കി വന്ന ഇടിയപ്പമാണേലും കഴിക്കും കേട്ടോ. ഷാമിക്കും അങ്ങനെയാണ് കേട്ടോ. ബാക്കി വന്ന ഇടിയപ്പം വൈകുന്നേരം ചായയുടെ കൂടെ കൊടുക്കും കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവും കുഴച്ചെടുക്കുവാണ്. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ഇഷ്ടപ്പെടുവാണെങ്കിൽ. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പേജ് നമ്മുടെ യൂട്യൂബിൻ്റെ പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവർ പറ്റുവാണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ വീഡിയോ ഫേസ്ബുക്കിൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഷാമിക വേൾഡ് എന്നാണ് കേട്ടോ. അപ്പോൾ പറ്റുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇടിയപ്പം എല്ലാം റെഡിയാക്കി എടുക്കുവാണ്. ആദ്യം ഇടിയപ്പത്തിൻ്റെ ഒന്ന് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് തേങ്ങ ഇടും കേട്ടോ. അടിയിലല്ല കേട്ടോ തേങ്ങ ഇടുന്നുണ്ട്. അപ്പോൾ അടിയിൽ തേങ്ങ ഇട്ട് ഒരു സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്ന് ചുറ്റിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ തേങ്ങ ഇടുന്നത്. അപ്പോൾ തേങ്ങ ഇങ്ങനെ പോവാതെ നടുക്ക് തന്നെ കിടന്നോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇടിയപ്പത്തിൻ്റെ എല്ലാം റെഡിയാക്കി ഇടിയപ്പമൊക്കെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും മുട്ടയൊക്കെ പുഴുങ്ങി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ സാമ്പാർ കഷ്ണവും കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മുട്ടക്കറിയും റെഡിയായി, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും റെഡിയായി കേട്ടോ. പിന്നെ എന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ശാമികേരെയും കൊണ്ട് സ്കൂളിലേക്ക് പോവാം. ആ പശുവിൻ്റെ കുഞ്ഞാണെന്ന് തോന്നുന്നു. കുഞ്ഞു പശു. പശു എന്നാന്ന് അറിയത്തില്ല. ഒരു ഹായ് തന്നേക്ക്. അങ്ങനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്നിട്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുമെന്നൊക്കെ പറയത്തില്ല, ആ അവസ്ഥയാണ് കേട്ടോ നമ്മുടെ അടുക്കള കണ്ടു കഴിയുമ്പോഴേ.
രാവിലെ തിരക്ക് പിടിച്ച പണിയുടെ ഇടയിൽ നമ്മളിതാ നമ്മുടെ അടുക്കളയെല്ലാം നല്ല വൃത്തികേടായിട്ടായിരിക്കും കേട്ടോ കിടക്കുന്നത്. പിന്നെ അതെല്ലാം പാത്രമെല്ലാം കഴുകി അടുക്കളയെല്ലാം ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഗ്യാസ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് കേട്ടോ. ഗ്യാസിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ ഗ്യാസൊക്കെ ഞാൻ നല്ല സോപ്പൊക്കെ ഇട്ട് നല്ല പതപ്പിച്ച് ഞാൻ ഉരച്ച് കഴുകി എടുക്കുവാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ കഴുകും. അപ്പം ഇടയ്ക്കിടയ്ക്ക് കഴുകിയാലും നമ്മളിങ്ങനെ മീൻ വറുക്കുമ്പോഴാണെങ്കിലും ഒക്കെ എണ്ണയും എല്ലാ സൈഡിൽ ഇങ്ങനെ തെറിക്കുമല്ലോ. അപ്പം എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് 2 ദിവസം കൂടുമ്പോഴാണെങ്കിലും ഗ്യാസ് ഇതുപോലെ കഴുകി വയ്ക്കാറുണ്ട്. അപ്പം അങ്ങനെ ഗ്യാസ് എല്ലാം കഴുകി റെഡിയാക്കി എടുക്കുവാണ് കേട്ടോ. അപ്പം നിങ്ങളിങ്ങനെ ഗ്യാസ് കഴുകാറുണ്ടോ വെള്ളം ഒഴിച്ച്? അപ്പം ഇങ്ങനെ ഗ്യാസ് വെള്ളം ഒഴിച്ച് കഴുകാതെ വേറെ എന്തെങ്കിലും ഗ്യാസിൽ അഴുക്കൊക്കെ പോകാനായിട്ടുള്ള ഈസി ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ അറിയാവുന്നവരൊന്ന് പറഞ്ഞു തരണേ. അപ്പോൾ അങ്ങനെ ഗ്യാസൊക്കെ കഴുകിയിട്ട് എനിക്ക് തൃപ്തിയാവുന്നില്ല കേട്ടോ. ഞാൻ വീണ്ടും സ്ക്രബ്ബർ കൊണ്ട് ഉരച്ചൊക്കെ കഴുകി എടുക്കുവാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഗ്യാസ് എല്ലാം അങ്ങനെ കഴുകി നമ്മുടെ അടുക്കളയൊക്കെ എല്ലാം കഴുകി റെഡിയാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എത്രമാത്രം പണിയെടുത്താലും നമ്മുടെ ഈ അടുക്കളപ്പണി എന്ന് പറയുന്നത് ശരിക്കും തീരത്തില്ല. എവിടെ നോക്കിയാലും എപ്പോൾ നോക്കിയാലും പണിയല്ലേ. അപ്പം ചോറും കറി ഉണ്ടാക്കുന്നതിലും വലിയ പണിയാണ് നമ്മളിതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ അടുക്കള വൃത്തിയാക്കി പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കുക എന്നുള്ളത് വലിയൊരു പണിയാണ് അല്ലേ. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഗ്യാസൊക്കെ ഗ്യാസല്ല നമ്മുടെ സ്റ്റൗവൊക്കെ കഴുകിയതിന് ശേഷം അടുത്ത വലിയ ടാസ്കിലേക്ക് കടന്നു കേട്ടോ. പാത്രം കഴുകി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ പാത്രമൊക്കെ ഇങ്ങനെ കഴുകി അങ്ങനെ രാവിലത്തെ എൻ്റെ ജോലിയാണ് കേട്ടോ ഇത്. അങ്ങനെ പാത്രമൊക്കെ കഴുകിക്കൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഞാൻ പതുക്കെയാണ് കേട്ടോ കഴുകുന്നത്. വേഗം കഴുകിയാൽ ചിലപ്പം സോപ്പൊക്കെ അവിടെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ പതുക്കെ പാത്രമൊക്കെ കഴുകി എടുക്കുവാണ്. അങ്ങനെ പാത്രമൊക്കെ കഴുകിയതിന് ശേഷം പിന്നെ വീണ്ടും ജോലി ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തീരത്തില്ലല്ലോ. വീണ്ടും കുറേ ജോലി ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. എല്ലാം കൂടി ഉൾപ്പെടുത്തി ഒരുപാടായി പോകുന്നതുകൊണ്ട് കുറച്ച് മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ അവിടെ കൊണ്ട് നിർത്താം കേട്ടോ. അങ്ങനെയൊക്കെ പാത്രമൊക്കെ കഴുകി അടുക്കളയെല്ലാം ഒന്ന് വൃത്തിയായി കഴിയുമ്പോഴേ ഒരു ചെറിയൊരു ആശ്വാസമാകത്തുള്ളൂ. അപ്പോൾ പാത്രം എല്ലാം കഴുകി അടുക്കളയെല്ലാം നല്ല ക്ലീനാക്കി നല്ല വൃത്തിയായപ്പോൾ തന്നെ നമ്മുടെ പകുതി ജോലിയും തീർന്ന് അടുക്കള കണ്ടപ്പോൾ തന്നെ പകുതി സന്തോഷമായി. അപ്പം അങ്ങനെ നമ്മുടെ പാത്രമൊക്കെ കഴുകി അടുക്കളയൊക്കെ വൃത്തിയാക്കി വെച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.